ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം നമ്മുടെ ചുറ്റും കണ്ണോടിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴുമെല്ലാം സന്തോഷപ്രദമായ വാർത്തകൾ തുലവും ചുരുക്കമാണ്. നല്ല വാർത്തകൾ, നല്ല വിശേഷങ്ങൾ തീർത്തും വിരളമായിരിക്കുന്നു. എന്നാൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ശുഭകരമായ ഒരു ഭാവിയെ സ്വപ്നം കാണുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് നല്ല വിശേഷങ്ങൾ, സന്ദേശങ്ങൾ, സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ഈശോയുടെ സന്ദേശത്തിന് അതുകൊണ്ടാണ് നമ്മൾ എവങ്കേലിയോൺ, നല്ല സന്ദേശം, നല്ല വിശേഷം, ഗുഡ് ന്യൂസ്, സുവിശേഷം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള അഹിംസയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുക. അങ്ങനെയുള്ള സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ശ്രവിച്ചത്. ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളാണ് ഇന്ന് ഈശോ നമ്മോട് പറയുക. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷത്തിൽ നാം കാണുകയുണ്ടായി എങ്ങനെയാണ് ഈശോയെ അനുഗമിക്കുന്നവർക്കും പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും അനവധി അക്രമങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വരികയെന്ന്. ഈ ആഴ്ചയിൽ നാം കാണുന്നു അപ്രകാരമുള്ള പീഡനങ്ങളോടും അക്രമങ്ങളോടും എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ പ്രതികരിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സുവിശേഷം ആരംഭിക്കുക, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഈശോയുടെ പഠനങ്ങൾ ശ്രവിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ അനുഗമിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരോട് ഈശോ പറയുന്നത് ഇതാണ്: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഈശോയെ ശ്രവിച്ച 1-ാം നൂറ്റാണ്ടിലെ ആ യഹൂദ ജനങ്ങളെ പോലെ തന്നെ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലെ നമുക്കും ഈ നൂറ്റാണ്ടിലെ ജനങ്ങൾക്കും ഒരുപോലെ ഉയരാവുന്ന ഒരു സംശയമുണ്ട്. എന്നെ ദ്രോഹിക്കുന്ന എൻ്റെ ശത്രുവിനെ എങ്ങനെയാണ് എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക? ആധുനിക മനുഷ്യന് അസാധ്യമാണ് എന്ന് തോന്നിയേക്കാം. കാരണം നമ്മുടെയൊക്കെ ഭാഷകളിൽ സ്നേഹം, ലവ് എന്ന വാക്കുകൾ വളരെ അധികമായി നമ്മുടെ വികാരങ്ങൾ കൊണ്ട്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് കൊണ്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുക എനിക്ക് അയാളോട് നല്ല ഇമോഷൻസ് ഉണ്ട്, എനിക്ക് നല്ല ഫീലിങ്സ്, അയാളോട് ഒരുമിച്ച് എനിക്ക് നല്ല ഫീലിങ്സ് ആണ് ഉള്ളത്. ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ് പേഴ്സൺ, ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ് പേഴ്സൺ. തിരികെ ആ വ്യക്തിക്ക് എന്നോടും അതുപോലെ ഒരു വികാരം, ഒരു ഇമോഷൻസ് ഉണ്ടാകുക. അതാണ് സ്നേഹം എന്നതുകൊണ്ട് നമ്മൾ പൊതുവെ ഇന്ന് അർത്ഥമാക്കുന്നത്. ഒരു വികാരത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സുവിശേഷം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ ഇവിടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു വികാരമുണ്ടാവുക അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല അവിടുന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നത്. സ്നേഹം ഒരു പ്രവൃത്തിയിലൂടെ പ്രകാശിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കണം. അതാണ് സ്നേഹം. എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടത് എന്ന് അവിടുന്ന് തുടർന്ന് വ്യക്തമാക്കുകയാണ്.
നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. എന്നെ വെറുക്കുന്നവർക്ക് ഞാൻ നന്മ ചെയ്യണം. എന്നെ വെറുക്കുന്നവരോട് വെറുപ്പല്ല ഞാൻ തിരികെ നൽകേണ്ടത്, മറിച്ച് നന്മ. തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കാനുള്ള ആദ്യ മാർഗം അവർക്ക് നന്മ ചെയ്യുക, അവരോട് പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക എന്നതാണ്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക ഒരു പ്രവൃത്തി മാത്രമല്ല, അനുഗ്രഹിക്കുക എന്നാൽ അവരോട് നല്ലത് പറയുക. ടു ബ്ലെസ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരെ ബ്ലെസ് ചെയ്യുക, നല്ലത് പറയുക. ബെനെദീരെ, നല്ലത് സംസാരിക്കുക എന്നുള്ളതാണ് ബ്ലെസ്സിങ്. ബെനഡിക്ഷൻ എന്ന വാക്ക് വരുന്നത് ബെനെദീരെ, നല്ലത് സംസാരിക്കുക, അവരെക്കുറിച്ച് നല്ലത് പറയുക, അതാണ് അവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രവൃത്തിയും വേണം, സംസാരവും വേണം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒരു ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നന്മ പ്രവർത്തിക്കുക, അയാളെക്കുറിച്ച് അയാളോടും നല്ലത് സംസാരിക്കുക. ശത്രുവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹം പ്രകടമാക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയും സംസാരവും. മൂന്നാമത്തെ മാർഗം ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യത്തെ രണ്ട് മാർഗങ്ങൾ, പ്രവൃത്തിയും സംസാരവും, ഇവ രണ്ടും ആ വ്യക്തിയോട് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ശത്രുവിനോട് പലപ്പോഴും നമുക്ക് നേരിട്ട് ഇടപഴകുവാനായിട്ട് സാധിക്കില്ല, അങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ പോലും നമുക്ക് അയാൾക്ക് എന്നോട് ശത്രുതയുണ്ട് എന്ന് തോന്നുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നത് അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുക എന്നതിൻ്റെ പ്രകടമാക്കുവാനുള്ള, പ്രാക്ടിക്കലാക്കുവാനുള്ള, പ്രായോഗികമാക്കുവാനുള്ള മൂന്നാമത്തെ മാർഗമായിട്ട് ഈശോ നമ്മോട് പറയുകയാണ്. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുക എന്നത്? ദൈവത്തോട് ആ മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുക. ശത്രുതയുണ്ട് എന്ന് തോന്നുന്ന, എന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരാളോട്, അയാൾക്ക് വേണ്ടി ദൈവത്തോട് അയാളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് നന്മ ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥിക്കുക എന്ന് ഈശോ ഉദ്ദേശിക്കുക. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ അയാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതായത് പ്രാർത്ഥന സ്നേഹത്തിൻ്റെ പ്രകടനമാകുന്നു. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് മൂന്ന് തരത്തിൽ പ്രകടിപ്പിക്കുവാനാണ് ഈശോ പറയുന്നത്. ഒന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ, രണ്ടാമത്തേത് നമ്മുടെ സംസാരത്തിലൂടെ, മൂന്നാമത്തേത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അപ്പോൾ സ്നേഹിക്കുക എന്നുള്ളതിനിവിടെ സുവിശേഷം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് നമുക്കറിയാം, അഗാപ്പെ എന്ന വാക്കാണ്. മറ്റൊരാൾക്ക് നന്മ ആഗ്രഹിക്കുക എന്നത് തന്നെയാണ് ഈ അഗാപ്പെ പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് വികാരങ്ങളിൽ വേരുറച്ച ഒരു നന്മയല്ല, മറിച്ച് അത് മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ വേരുറച്ചതായിരിക്കണം. അത് ഒരു ചോയ്സാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു ചോയ്സാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. നന്മ പ്രവർത്തിക്കുക, നന്മ സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മൂന്നുമാണ് യേശു പറയുന്ന സ്നേഹത്തിൻ്റെ, ശത്രുവിനെ സ്നേഹിക്കുവിൻ എന്ന് പറയുന്ന ആ അഗാപ്പയുടെ പ്രകടനം. തുടർന്ന് അവിടുന്ന് ചില സ്നേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ചില ഉപമകളിലൂടെ വ്യക്തമാക്കുകയാണ്. ഒന്നാമത്തേത്, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. നിൻ്റെ മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടെ നൽകുക. ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവന്, അല്ലെങ്കിൽ നിൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ട് പോകുന്നവനോട് അത് തിരികെ ചോദിക്കരുത്. വളരെ വിചിത്രമായ പ്രകടനമാണ്. ഇതാണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ ഈശോ നമുക്ക് ഉപമകളിൽ, ഉപമാപരമായിട്ടുള്ള വാക്കുകളാണിത്, പാരബോളിക്, അങ്ങനെയുള്ള വാക്കുകളാണ്. അവയിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വിചിത്രമായും അസാധ്യമായും ഇറാഷണലായിട്ട്, യുക്തിരഹിതമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈശോ പറയുക, ഇത് ഇറാഷണലല്ല, ഇത് യുക്തിരഹിതമല്ല, ഇത് സൂപ്പർ റാഷണലാണ്.
യുക്തിക്ക് അതീതമാണ്. നമ്മുടെയൊക്കെ യുക്തിക്ക്, നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് അതീതമായവയാണ് ഈശോ ഈ പറയുന്ന കാര്യങ്ങൾ. അത് നമുക്ക് അസാധ്യമല്ല. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് പോലെ, വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത് മനുഷ്യൻ്റെ യുക്തിക്ക് പറ്റിയതാണോ? അല്ല. മനുഷ്യന് ഇറാഷണലായിട്ട് തോന്നുന്ന കാര്യങ്ങളാണിത്. ഇതെല്ലാം മാനുഷിക ചിന്തകളിൽ യുക്തിരഹിതമാണ്. ഇതൊന്നും ഈ ലോകത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ചുള്ളതല്ല. ഈ ലോകത്തിൻ്റെ ലോജിക്കുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല ഈശോ പറയുന്നത്. ഇത് ഈ ലോകത്തിൻ്റെ ലോജിക്കല്ല, ഇത് സ്വർഗത്തിൻ്റെ ലോജിക്കാണ്. ഇത് മനുഷ്യൻ്റെ ലോജിക്കല്ല, ഇത് ദൈവപുത്രൻ്റെ ലോജിക്കാണ്. എങ്ങനെയുള്ള ദൈവപുത്രൻ? ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ ലോജിക്ക്. ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതാരം ചെയ്ത ദൈവത്തിൻ്റെ ലോജിക്ക്. എന്തിനു വേണ്ടി? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിക്കുവാൻ മനസ്സായ ദൈവത്തിൻ്റെ ലോജിക്കാണത്. ഇത് മനുഷ്യൻ്റെ അടി, ഒരു മനുഷ്യൻ്റെ അടി സ്വന്തം കവിളിൽ ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ ലോജിക്കാണത്. ഇത് കുരിശിൽ ബലിയായി സ്വയം അർപ്പിച്ച ദൈവത്തിൻ്റെ ലോജിക്കാണ്. എല്ലാറ്റിൻ്റെയും ഉടയവനായിരുന്നിട്ടും എന്നെ പ്രതി, നമ്മളെ ഓരോരുത്തരെയും പ്രതി തീർത്തും ദരിദ്രനായി തീർന്ന ഒരു ദൈവത്തിൻ്റെ ലോജിക്കാണത്. തന്നെ തിരസ്കരിക്കുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി അവർക്ക് വേണ്ടി കൂടി തന്നെ ബലിയായി അർപ്പിച്ച ഈശോയുടെ ലോജിക്ക്. ഇതാണ് കുരിശിൻ്റെ ലോജിക്ക്. ഇതാണ് കുരിശിൻ്റെ ചിന്താരീതി. ഇതാണ് കുരിശിൻ്റെ യുക്തി. കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, കുരിശിൻ്റെ സൗഭാഗ്യമാണ് മുന്നിൽ വെച്ച, ഈശോ നമുക്ക് മുന്നിൽ വെച്ച ആ സുവിശേഷ സൗഭാഗ്യങ്ങളുടെ കാതൽ എന്നുള്ളത്. യേശു നൽകുന്ന ആ കുരിശിൻ്റെ രഹസ്യം തന്നെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന അവിടുത്തെ കൽപ്പന. അപ്പോൾ ശത്രുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകാശനം, അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രായോഗികമാക്കിയത് എവിടെയാണ്? കാൽവരിയിലെ കുരിശിൽ തന്നെയാണത്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവർണ നിയമം, ദി ഗോൾഡൻ റൂൾ എന്നറിയപ്പെടുന്ന ഒരു വാക്യം പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് നമുക്ക് ഈശോ പറഞ്ഞ ഈ ശത്രുവിനെ സ്നേഹിക്കുവിൻ എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഗോൾഡൻ റൂൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ ഒരാളെ ദ്രോഹിക്കുമ്പോൾ അയാൾ എന്നെ തിരിച്ചു ദ്രോഹിക്കാതെ അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുവാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ ഒരാളെ ദ്രോഹിക്കുകയാണ്, അപ്പോൾ അയാൾ തിരിച്ച് എന്നെ ദ്രോഹിക്കാതെ അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അയാൾ എന്നെ ദ്രോഹിക്കുമ്പോൾ ഞാൻ തിരിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അയാൾക്ക് വേണ്ടി അയാളോട് ഞാൻ പെരുമാറുക. എനിക്ക് ഒരാളോട് ശത്രുത തോന്നുമ്പോഴും അയാൾ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളോട് ശത്രുത തോന്നുന്ന ഒരാളെ തിരികെ സ്നേഹിക്കുക. അതാണ് ഈശോ പറയുക. അപ്പോൾ മുകളിൽ പറഞ്ഞ ഏതൊരു മനോഭാവവും നമുക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ശത്രുത തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ തിന്മ ആഗ്രഹിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. എങ്കിൽ നമ്മളോടാണ് ഈശോ പറയുക, തിരിച്ച് ചിന്തിക്കുക, തിരിച്ച് പ്രവർത്തിക്കുക, തിരിച്ച് സംസാരിക്കുക, തിരിച്ച് പ്രാർത്ഥിക്കുക. അവരെങ്ങനെയാണ് നമ്മളോടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് സുവർണ നിയമം, ഇതാണ് ഗോൾഡൻ റൂൾ. ഇത് യുക്തിരഹിതമല്ല, ഇത് മനുഷ്യൻ്റെ യുക്തിക്ക് അതീതമാണ്, യുക്തിയാതീതമാണ്. ഇത് ഇറാഷണൽ അല്ല,
ദിസ് ഈസ് സൂപ്പർ റാഷണൽ. നമ്മുടെയൊക്കെ റീസണിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് അൺനാച്ചുറൽ അല്ല, അസ്വാഭാവികമായിട്ടുള്ളതല്ല. ഇത് സൂപ്പർ നാച്ചുറലാണ്. ഈ നേച്ചറിൻ്റെയൊക്കെ, നമ്മുടെയൊക്കെ പ്രകൃതിക്ക് അതീതമായ ചിന്താഗതിയാണ്. അവിടേക്കാണ് ഓരോ ക്രിസ്തു ശിഷ്യന്മാരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ അനുഗമിക്കുന്നവരാണ് എങ്കിൽ ഈ ലോകത്തിൻ്റെ ഇറാഷണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സൂപ്പർ റാഷണലും സൂപ്പർ നാച്ചുറലുമായിരിക്കണം. ആ സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ഉയരുക, അതാണ് ക്രിസ്തു ശിഷ്യൻ്റെ വിളി. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ ഞങ്ങളോടുള്ള സ്നേഹത്തിലൂടെ എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. അവിടുന്ന് പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഞങ്ങളെ സ്നേഹിച്ചു. ആ ഈശോയെ അനുഗമിക്കുന്നവരായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും നല്ലത് ചെയ്യുവാനും അവരെക്കുറിച്ച് നല്ലത് പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി തീരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ലോകത്തെ ദൈവരാജ്യത്തിൻ്റെ സമാനമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.